ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ആരാധന ഉയരുന്നിടത്ത് സാത്താൻ ഇരിക്കാൻ പറ്റത്തില്ല. ദൈവാരാധന ഉയരുന്നിടത്ത് സാത്താൻ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവാരാധന നടത്തുന്നിടത്ത് സാത്താൻ ഇരിക്കാൻ പറ്റിയല്ല. പറഞ്ഞേ. കുടുംബ പ്രാർത്ഥന നടക്കുന്നിടത്ത് സാത്താൻ ഇരിക്കാൻ പറ്റിയല്ല. നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ സാത്താൻ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇവിടെ ശത്രു സംഹാര പൂജ, ഇവിടെ പൈശാചിക പീഡ, ഇവിടെ ദുർമരണം എന്തു ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആ മണ്ണിൽ നിന്ന് നന്നായൊന്ന് പ്രാർത്ഥിച്ചാൽ ആ മണ്ണില് ഈ അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങും. ഇരുട്ട് മാറും, പ്രകാശം നിറയും, സമാധാനം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് 20-ാം തിരുവചനം, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. 20-ാം വചനം വായിച്ചേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. യെസ്. എന്നിട്ട് അടുത്ത വചനം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. യുഗാന്തം വരെ. കണ്ടോ? യുഗാന്തം വരെ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കേണ്ട കാര്യം, ഇത് യേശുവിന്റെ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ പങ്കുവറ്റുന്ന അവസ്ഥയാണ്. എല്ലാ തിന്മയുടെ മേലെ അധികാരം യേശു നൽകിയിട്ടുണ്ടെങ്കിൽ ആ അധികാരത്തിൽ നമ്മൾ പങ്കുപറ്റിക്കൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട വലിയൊരു ദൗത്യമാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 28:16 മുതലുള്ള വചനങ്ങളിൽ കൃത്യം വ്യക്തമായി എഴുതിയിരിക്കുന്നു. നീ ചെയ്യേണ്ട കാര്യം, ഇതേ അധികാരം നിനക്ക് ലഭിച്ചിട്ടുണ്ട്. നീ ആയിരിക്കുന്നിടങ്ങളിൽ സാത്താനെ നീ ബന്ധിക്കണം. സാത്താൻ നിന്നെ കാണുമ്പോൾ ഓടണം. ഇന്ന് നീ ഓടിക്കൊണ്ടിരിക്കുവാണ്, അങ്ങനെ ഓടരുത്. മറിച്ച് ആ തിന്മയെ ബന്ധിച്ച് നീ പ്രാർത്ഥിക്കണം. അതിനുള്ള കൃപ നിനക്ക് തന്നിട്ടുണ്ട്. പലതകരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 110 അതിന്റെ 1-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. സങ്കീർത്തനം 110, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 110. സങ്കീർത്തനം 110 അതിന്റെ 1-ാം തിരുവചനം. 1-ാം തിരുവചനം. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കും. കണ്ടോ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കും എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കണോ? നീ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്നിരുന്നാൽ നിന്റെ ഉള്ളിൽ ശക്തിയുണ്ടെങ്കിൽ നിന്റെ പാദപീഠത്തിൽ ആ തിന്മ വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലയുടെ മുകളിലല്ല, മറിച്ച് നീ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്നിരുന്നാൽ വചനം പറയുന്നു, നിന്റെ പാദപീഠത്തിൽ നീ അവയെ ചവിട്ടി നടക്കാൻ, തിന്മയെ ചവിട്ടി നടക്കാൻ നിനക്ക് ശക്തിയും ബലവും കിട്ടും. ആമേൻ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ വിശ്വസിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ചേ. നിന്റെ വീട്ടിൽ, നീ വീടിരിക്കുന്ന സ്ഥലം മനസ്സിൽ കണ്ടേ. വീടിരിക്കുന്ന സ്ഥലം, ആ വീട്ടിൽ ഏതെങ്കിലും ഒരു തിന്മ, അസ്വസ്ഥത, ഭാരമുണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കുക. ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, നിന്റെ വീട്ടിൽ ഇരുട്ടാണ്, നിന്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതാ വചനം പഠിപ്പിക്കുകയാണ്. ലൂക്കാ 10:19. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല തിന്മകളുടെ മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. നിനക്കധികാരം തന്നിരിക്കുന്നു. കർത്താവെ, ഈ വചനം ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. സങ്കീർത്തനം 110 1-ാം തിരുവചനം. കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിനോട് ചേർന്നിരിക്കാനുള്ള തീരുമാനം, കാൽവരി മലയിൽ കുരിശിൽ സാത്താനെ തോൽപ്പിച്ച യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ അഭിഷേകം ഞങ്ങൾക്കും വേണം. ശത്രുവിനെ തോൽപ്പിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്കും വേണം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, ഓ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ ഈ സമയത്ത് കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ബന്ധുജനങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജീവിത വഴികളിൽ
കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്. ദൈവത്തിന്റെ അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ, ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ മേൽ അധികാരം നൽകപ്പെട്ടിരിക്കുന്നവന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കാരണവശാൽ ഒരു തിന്മയും ഞങ്ങളെ തുടരുത്. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കർത്താവെ, അങ്ങയുടെ അഭിഷേകത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. കർത്താവെ, അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പീഡിപ്പിക്കുന്ന സകല തിന്മകൾ, ഞങ്ങളുടെ കുടുംബത്തെ ഭാരപ്പെടുന്ന സകല തിന്മകൾ, ഞങ്ങളുടെ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന സകല തിന്മകൾ നിന്റെ അത്ഭുത നാമത്തിൽ കെട്ടുവിട്ട് പോവട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധ ആരാധനയിൽ ദൈവമഹത്വം വെളിപ്പെടും. വിശ്വസിച്ചോണം. യെസ്, പരിശുദ്ധാരാധനയിൽ ദൈവമഹത്വം വെളിപ്പെടും. അത്ഭുതകരമായിട്ടുള്ള ദൈവശക്തി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും വെളിപ്പെടും. വിശ്വസിച്ച് നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ഈശോയുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ആരാധനയുടെ സമയം എന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന സമയമാണ്. വിശ്വസിക്കാം. എൻ്റെ ജീവിതത്തിലെ സകല ഭാരങ്ങളും, സകല പാപ അവസ്ഥകളും, സകല പൈശാചിക പീഡകളും എല്ലാം കർത്താവെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ അങ്ങ് ദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ഇപ്പോൾ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ ആരാധനയുടെ മുമ്പിലാണ്. ഒരുപക്ഷെ പല ജോലികൾ ചെയ്യുന്നവരായിരിക്കും, പല കാര്യങ്ങൾ വ്യാപൃതരായിരിക്കും. പക്ഷെ നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസിക്കണം, ഞാൻ എൻ്റെ യേശുവിൻ്റെ മുമ്പിലാണ് ആയിരിക്കുന്നത്. ഈശോയെ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ഭാരങ്ങളും കർത്താവെ, അങ്ങ് എന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ, അത്ഭുതകരമായിട്ട് ഇടപെടണമേ. സങ്കീർത്തനം കൃത്യമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിത അനുഭവങ്ങൾ എന്നാണ് പറയുന്നത്. സങ്കീർത്തനം 17:9 തിരുവചനം, എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും, എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഞെരുക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലും ഇതാ ഒരു രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി ഈ ശുശ്രൂഷ സമയത്ത് നിനക്കൊരു വിടുതൽ നൽകും. ഒരു സൗഖ്യം നിനക്ക് വേണ്ടി കർത്താവ് കാത്തു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ വചനം ഏറ്റുപറയാ. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രത്യാശ. കരം കൂപ്പി പിടിച്ചേ, എന്നിട്ട് കണ്ണടച്ച് വിശ്വസിച്ചേ. നമ്മുടെ പ്രത്യാശ ആരിലാണ്? നമ്മുടെ പ്രത്യാശ സർവശക്തനിലാണ്. നിനക്കെതിരെ പല ശത്രുക്കളും വരും, നിന്നെ ഭാരപ്പെടുത്തുന്ന പലതും വരും, നിന്റെ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കാൻ പലതും വരും, നിന്റെ സമാധാനം കളയാൻ പലരും വരും. എന്നാൽ എൻ്റെ പ്രത്യാശ സർവശക്തനായ ദൈവത്തിലാണ്. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്നിൽ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. 2 മക്കബായർ 8:18, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നാം പ്രത്യാശ.
കർത്താവെ, ഈ വചനത്തിന്റെ ശക്തി ദൈവജനത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണു തുറന്ന് വലതുകരമുയർത്തി ഏറ്റുപറയുന്നു. യേശയ്യാ പ്രവചനം 54 അധ്യായം 17 തിരുവചനം. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണിത്. ദൈവമേ, ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നെ ഉപദ്രവിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന വ്യക്തികളെ, പ്രസ്ഥാനങ്ങളെ, ആശയങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ച് നിന്നെ ഉപദ്രവിക്കുന്ന വ്യക്തികൾ, അവരുടെ ആയുധങ്ങൾ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച ചില തെറ്റായ തീരുമാനം, ചില ദുശീലം, ചില പാപവഴി, ഇന്ന് നിന്റെ ശത്രുക്കൾ അത് തോണ്ടിയെടുത്തോണ്ട് വന്ന് നിന്നെ ചിലപ്പോൾ ഭാരപ്പെടുത്താം, നിന്നെ വീണ്ടും കഷ്ടതയിലേക്ക് നയിക്കാം. നീ ഇങ്ങനത്തെ ഒരാളല്ലേ എന്ന് പറഞ്ഞ് നിന്നെ വീണ്ടും ജീവിതത്തിൽ അസ്വസ്ഥതയിലേക്ക് നയിക്കാം. ഒരുപക്ഷെ നിന്നെ വീണ്ടും പാപത്തിലേക്ക് നയിക്കാം. നീ വിശ്വസിക്കണം, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിൽ കാണണം, ഒരുപക്ഷെ നിന്റെ ഇടവക അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കൂട്ടായ്മ, നീ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്ത് നിനക്കെതിരെ കുറ്റം ആരോപണങ്ങളൊക്കെയായി ഒത്തിരി പേര് നിരന്നു നിൽക്കും. അവർ ചിലപ്പോൾ 10 വർഷം മുമ്പുള്ള, 5 വർഷം മുമ്പുള്ള, 2 വർഷം മുമ്പുള്ള ഇന്നലകളിൽ ഏതെങ്കിലും സംഭവങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നീ ഇങ്ങനത്തെ ഒരാളാണല്ലോ എന്ന് പറഞ്ഞ് നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൻ അവര് പല കാര്യങ്ങളും കൊണ്ടുവരും. എന്നാൽ വചനം പറയുന്നു, നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. യെസ്, ഇത് സംഭവിക്കട്ടെ. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ, അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ദൈവമേ, ഈ വചനത്തിന്റെ ശക്തി പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളിലും സംഭവിക്കപ്പെടട്ടെ. അത്ഭുതകരമായ കൃപ സംഭവിക്കപ്പെടട്ടെ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ലൂക്കാസ് വിശേഷം 21 അധ്യായം 15 തിരുവചനം. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. ഏറ്റുപറഞ്ഞ്, നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് നൽകും. കരങ്ങൾ കൂപ്പിക്കെ കണ്ണടച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഈ നിയോഗം നീ ഓർക്കണം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലോ നീ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലോ നിനക്ക് അവരോട് എതിർത്ത് നിൽക്കാനുള്ള സംസാര പാടവം ഉണ്ടായിരിക്കണമെന്നില്ല. കാര്യകാരണമൊക്കെ നിരത്തി നിന്നെ അവര് ഒന്നുമില്ലാത്തൊരാളാക്കി മാറ്റിക്കളയും. ഒരുപക്ഷെ അവർ കുറേ പേരുണ്ടാവും, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്റെ മേൽ ബഹളമുണ്ടാക്കി നിന്നെ പീഡിപ്പിക്കും. നിനക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ജ്ഞാനത്തോടുകൂടി ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. എന്നാൽ ഇതാ ഈ പരിശുദ്ധ അൾത്താര നിന്നോട് പറയുന്നു, നിനക്കതിനുള്ള ജ്ഞാനം ഇതാ ലഭിക്കുകയാണ്, നിനക്കതിനുള്ള വാക്ചാതുരി നിനക്ക് ലഭിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ ഇന്നലകളിലെ ചില അനുഭവങ്ങൾ അവർ കൊണ്ടുവരുമ്പോൾ നിനക്ക് അവയെ എതിർത്ത് തോൽപ്പിക്കാൻ നിനക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ നിനക്കതിനുള്ള കൃപ ഈ പരിശുദ്ധ അൾത്താര ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നൽകുകയാണ്. നീ വിശ്വസിക്കണം. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തി എന്നിൽ സംഭവിക്കട്ടെ. ലൂക്കാസ് വിശേഷം 21 അധ്യായം 15 തിരുവചനം. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് നൽകും. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ,
ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായ ജ്ഞാനം നിറയപ്പെടട്ടെ, അത്ഭുതകരമായ ശക്തി നിറയപ്പെടട്ടെ, അത്ഭുതകരമായ കൃപ നിറയപ്പെടട്ടെ. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കുക. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ? മകളോ മകനോ അല്ലെ ജീവിത പങ്കാളിയോ നിന്റെ പ്രിയപ്പെട്ട ആരെങ്കിലേക്കോ ചില തർക്കങ്ങളും വഴക്കുകളുമായിട്ട് വരുമ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ നിനക്ക് ഭാരപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടോ? എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ, സത്യം ഇതെല്ലാം എന്നറിയാം, പക്ഷെ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ? ഇതാ കർത്താവ് നിനക്ക് ജ്ഞാനം നൽകട്ടെ, ദൈവശക്തി നിന്റെ മേൽ നിറയട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സക്കറിയായുടെ പ്രവചനം 9-ാം അധ്യായം 9-ാം തിരുവചനം, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ചു കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. വിശ്വസിക്കണം, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളുടെ വീട് അതിനെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ? ഇതാ വചനം പറയുന്നു, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണ് ഉണ്ട്. നിന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ മേലുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ ചില കുടുംബത്തിൽ മക്കളെക്കുറിച്ച് അപ്പൻ്റെ അമ്മയുടെ സങ്കടം, എൻ്റെ മകനെ എൻ്റെ മകളെ വഴിതെറ്റിക്കുന്ന ചില കൂട്ടുകാരുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ് പറയാണ്, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ടെന്ന്. തെറ്റായ വഴിയിലേക്ക് നിങ്ങളുടെ മകളെയോ മകനെയോ നയിക്കുന്ന, ജീവിത പങ്കാളിയോ സഹോദരങ്ങളെ നയിക്കുന്ന ഏതെങ്കിലും ഒരു ബന്ധം, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ ഛിന്നഭിന്നമാക്കുന്നൊരു ബന്ധം സമർപ്പിക്കൂ. പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സക്കറിയ പ്രവചനം 9:9 സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാര്യയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന കർത്താവ് ഉത്തരം നൽകുകയാണ്. ആ ഭാര്യ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവിനുള്ള ഈ തെറ്റായ ബന്ധം, ആ ഭർത്താവിനുള്ള തെറ്റായ ബന്ധം കർത്താവേ അങ്ങ് എടുത്തു മാറ്റണേ. വിശ്വസിച്ചോ, കർത്താവ് അതിൽ ആ വിഷയത്തിൽ ഇടപെടും. ഭർത്താവിനോട് വഴക്കടിക്കാൻ പോയിട്ട് കാര്യമില്ല. ഭാര്യയ്ക്ക് വലിയ സങ്കടമാണ്. ആ ഭാര്യയോട് കർത്താവ് പറയുന്നു, നീ വിഷമിക്കേണ്ടെന്ന്. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനത്തിൻ്റെ ശക്തി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സങ്കീർത്തനം 59:11 ഞങ്ങളുടെ പരിചയായ കർത്താവെ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ. ഉച്ചത്തിൽ പറഞ്ഞേ, ഞങ്ങളുടെ പരിചയായ കർത്താവേ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കർത്താവിന്റെ മുമ്പിൽ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ പരിചയായ കർത്താവേ, പരിചയായ കർത്താവേ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ശത്രുവിനെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് എൻ്റെ ദൈവജനമേ, യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോ നിന്റെ വിളിയില് സ്വർഗം തുറക്കും. നിനക്ക് വേണ്ടി സ്വർഗദൂതന്മാർ പടവെട്ടാൻ ഇറങ്ങും. നിന്റെ കുടുംബത്തിന്റെ മേൽ അത്ഭുതകരമായ ശക്തി വെളിപ്പെടും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. ആരാധന 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 ആരാധന. സകല തിന്മകളുടെ മേലെ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ ഭാരപ്പെടുന്ന സകല തിന്മകളുടെ മേൽ അങ്ങയുടെ ശക്തി വെളിപ്പെട്ട് അവയെ നിർവീര്യമാക്കണമേ. സഹോദരങ്ങൾ തമ്മിലുള്ള കലഹത്തിന്റെ ദുരാത്മാവിനെ ബന്ധിക്കണമേ. കുടുംബത്തിലുള്ള സമ്പത്തിന്റെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെട്ടവ നിർവീര്യമാക്കണമേ. വിവാഹ തടസ്സത്തിന്റെ അസ്വസ്ഥതകളെ കർത്താവ് നിർവീര്യമാക്കണമേ.
ദൈവശക്തി ശുശ്രൂഷ സമയത്ത് വെളിപ്പെടണമേ. കുടുംബത്തിലേക്ക് അഭിഷേകം വെളിപ്പെടണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിലുള്ള ലഹരിയുടെ അടിമത്തങ്ങളെ കർത്താവെ നിർവീര്യമാക്കണമേ. തെറ്റായ ജീവിത വഴികൾ നിർവീര്യമാക്കണമേ. ലഹരിയുടെ അടിമത്തങ്ങളെ കർത്താവെ നിർവീര്യമാക്കണമേ. അനുസരണക്കേടിന്റെ ദുരാത്മാവിനെ കർത്താവെ നിർവീര്യമാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. പുതിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ആരാധന കർത്താവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൈകളടിച്ച് എല്ലാവരും നടുകൈയടിച്ച പോരാ, ചാടിത്തുള്ളി. ആമേൻ ആമേൻ. ദ മൈറ്റി പവർ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് സംഭവിക്കട്ടെ. ആമേൻ. യെസ് യെസ്. ആമേൻ. കൈകൾ ഉയർത്തി കൈയടിച്ച്. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, ആമേൻ. മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ആമേൻ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, കർത്താവേ. സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, ആമേൻ ആമേൻ. മാറിപ്പോയി എന്റെ ശാപങ്ങൾ സംഭവിക്കട്ടെ. സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവേ. യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പാടിടും പാടിടും യേശുവിനെ ആരാധിക്കും. യേശുവേ. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും യെസ്. സർവശക്തനായവനേ. ഹല്ലേലൂയ. ഞാൻ പാടിടും പാടിടും യേശുവിനെ ആരാധിക്കും. യേശുവേ. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. Mighty power, mighty power, ശക്തി, power, anointing സംഭവിക്കട്ടെ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുന്നത് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ ദൈവശക്തി വെളിപ്പെടട്ടെ. കൃപ കൊണ്ട് വെളിപ്പെടട്ടെ. കൈയടിച്ച് ഒന്നാട് കൈയടിച്ചേ. യെസ്. ആമേൻ ആമേൻ. യേശുവിൻ നാമം വിടുതലാണ്. യേശുവിൻ നാമം രക്ഷയാ. യേശുവിൻ നാമം ശക്തിയാണ്. യേശു എന്നെ വീണ്ടെടുത്തു. യേശുനാമം നാമം വിടുതലാണ്. യേശുവിൻ നാമം രക്ഷയായി. യേശുവിൻ നാമം ശക്തിയായി. യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി. യേശുവിൻ നാമം രക്ഷയായി. യേശുവിൻ നാമം ശക്തിയായി. യേശു എന്നെ വീണ്ടെടുത്തു. കരങ്ങൾ വീശി. യേശുവിൻ നാമം വിടുതലാണ്. യേശുവിൻ നാമം രക്ഷയായി. യേശുവിൻ നാമം ശക്തിയായി. യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പാടിടും ഓ
കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ദൈവശക്തി വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവശക്തി സർവശക്തനായവനേ, രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളോട് ചില മേഖലകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജയിലുകളിൽ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ നിങ്ങളുടെ ഇടവക കൂട്ടായ്മയിലുള്ള ആരെങ്കിലും ജയിലുകളിൽ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിലും ജയിലുകളിൽ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി വാദിക്കാൻ ആളില്ല, അവർക്ക് സഹായത്തിന് ആളില്ല, അവരുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. നമ്മുടെ നാട് പോലെയല്ല വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അവിടെ അവരുടെ കൂടെ നിൽക്കാൻ ആളില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നിരപരാധികളായിട്ടുള്ള ഒത്തിരി പേര് ജയിലുകളിൽ കഴിയുന്നുണ്ട്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. സങ്കീർത്തനം 17:9, എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. തെറ്റിദ്ധാരണ മൂലം പോലീസ് പിടിച്ച് ജയിലിൽ കഴിയുന്നവരുണ്ട്. നിസാരപ്പെട്ട കാര്യങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ടവര് ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ, കുടുംബജീവിതം നഷ്ടപ്പെട്ട അവസ്ഥ, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്ന അവസ്ഥ, ഭാവി ജീവിതം തകർന്ന അവസ്ഥ ഉള്ളവരുണ്ട്. പ്രാർത്ഥിക്കണം. യെശയ്യായുടെ പ്രവചനം 54:17, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. ഏറ്റെടുത്തോ കർത്താവ്, ഇത് സംഭവിക്കട്ടെ. പലരും നിനക്കെതിരെ വാദഗതികളുമായിട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് വേണ്ടി വാദിക്കും. കർത്താവെ, ഞങ്ങളിത് വിശ്വസിക്കുന്നു. ഇപ്രകാരം ജയിലുകളിൽ കഴിയുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന, വിസ നഷ്ടപ്പെട്ട് കഴിയുന്ന, ജോലി നഷ്ടപ്പെട്ട് കഴിയുന്ന, ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ കടന്നു ചെല്ലുന്ന സ്ഥലത്ത് ശമ്പളം കിട്ടാതെ അപമാനിക്കപ്പെട്ട് കഴിയുന്ന, ചില വീടുകളിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി കടന്നു ചെന്നിട്ട് അവരുടെ ആട്ടും തുപ്പും സഹിച്ച് ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാതെ കഷ്ടപ്പെട്ട് കഴിയുന്ന, ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയവർ, അങ്ങനെ തുടങ്ങി അനേകരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടവരുണ്ട്. മോഹന വാഗ്ദാനങ്ങളുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് യാഥാർത്ഥ്യം അതിനോട് യാതൊരു ബന്ധവുമില്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയവരുണ്ട്. കർത്താവെ, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത ശക്തി അവരിൽ നിറയട്ടെ. 2 മക്കബായർ 8:18, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കോടതികളിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവനെ, ജയിലറകളിൽ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനെ, നിസ്സഹായതയുടെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനെ, ആരും തുണയില്ലാത്തവർക്ക് അങ്ങാണല്ലോ തുണ. വിശ്വസിക്കുന്നു. അങ്ങയുടെ ശക്തി ഈ പ്രാർത്ഥനാ സമയത്ത് വെളിപ്പെടട്ടെ. ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. 2 മക്കബായർ 8:18 സംഭവിക്കട്ടെ. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനത്തിനെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ.
ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ആമേൻ. കൈകൾ കൂപ്പിക്കോ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും കർത്താവ് ചൊരിയുന്ന അഭിഷേക ആശീർവാദമാണ്. സ്വീകരിക്കുക, വിശ്വസിക്കുക. നമ്മുടെ പ്രത്യാശ സർവശക്തനായ ദൈവത്തിലാണ്. ആഗ്രഹത്തോടുകൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, രക്ഷക